ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ ഫ്രഷ് ആവും, സെറ്റ് ആവട്ടെ. നേരെ ഡ്യൂട്ടി കയറാൻ പോകുന്നു. അത് തന്നെ കാര്യങ്ങളൊക്കെ. ഇവിടെ ക്ലീൻ ആക്കണം. ഇവിടെല്ലാം ഫുഡ് കഴിക്കുക ഉണ്ടല്ലോ, അതും കഴിക്കുക, നേരെ കയറുക. ഞാൻ കയറിയായിരുന്നു, നിങ്ങൾ വന്നതാ. ഷോകായിട്ട് ബോറടിച്ചുകൊണ്ട് നിങ്ങൾ വന്നതാ. ഫുഡ് കഴിക്കുക നേരത്തെ വന്നു. അപ്പോൾ റീഡിങ്ങെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പുള്ളി വരെ 5-10 മിനിറ്റ് മുമ്പ് പുള്ളി വരും. ആണ് കാര്യം. ഇതും കഴിക്കുക, പോവുക. അത് തന്നെ ഫോണൊന്ന് ചാർജ് ചെയ്തെടുക്കുക, പോവുക. ഏകദേശം ഫോണ് കുറച്ച് ചാർജ് 90 അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി അതും പോയി എന്നിട്ട് ഫോട്ടോ എടുത്താൽ എടുക്കാം വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഫോൺ എടുക്കാൻ വന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. പറഞ്ഞപ്പോൾ എല്ലാം ഒന്ന് റൗണ്ട് അടിക്കും. കാരണം ഇപ്പം വൃത്തിയാക്കേണ്ടി വരും. ജസ്റ്റ് പോയി ഒന്ന് റൗണ്ട് അടിച്ചെല്ലാം നോക്കട്ടെ. അത് തന്നെ ഇവിടെ ഓക്കെയാണ്. ഇനി അടുത്ത് പുതിയതും കൂടി പോയി നോക്കാം. ഇവിടെയും കുഴപ്പമില്ല. ഇനി പോയി പമ്പ് ഓണാക്കി സെറ്റ് ചെയ്യട്ടെ. അടുത്ത് സപ്ലൈ കട്ടോ. ജസ്റ്റ് ലൈറ്റും പണി തുടങ്ങും. വന്ന് ഓഫ് ചെയ്യുക. വെള്ളപ്പൊക്കമായി. മീനെ കൂടി വളർത്തിയാൽ മതി. എന്താ കുളമാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ എല്ലാം ഒന്ന് ഒതുക്കണം. പൈപ്പറിട്ട് തുടച്ച് മറ്റേ എന്നെ റോൾ ചെയ്ത് തിരിച്ച് കയറ്റണം. എല്ലാം വീഡിയോ എടുത്ത് വെച്ചിരിക്കണം, നാളെ അയച്ചു കൊടുക്കണം. എല്ലാം സെറ്റാണ്. ഇവിടെ ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ തന്നെ. മറ്റേ പുള്ളിക്കാരൻ പോവുകയും ചെയ്തായിരുന്നു, മറ്റേ ഓപ്പറേറ്റർ. നെക്സ്റ്റ് ഞാൻ ക്ലീൻ ആക്കണതിന് മുമ്പ് തൊട്ടുമ്പ് ഇറങ്ങിയാണ്. വേറെ ഡ്യൂട്ടി ഓവറായി. ജസ്റ്റ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അടുത്ത് കുറച്ച് നേരം എടുത്തിരിക്കണം. അത് വെള്ളം ഒഴിച്ചെല്ലാം സെറ്റാക്കി. എല്ലാം സെറ്റാണ്, എല്ലാം പെർഫെക്റ്റാണ്. നേരെ പോയി പുറത്ത് പോകുക. അത് പുറത്ത് പോയി സാധനം അതെ പുറത്തിറങ്ങി പിന്നെ പോയി കൊണ്ടിരിക്കുന്നു. സൂര്യപ്രകാശം അടിക്കുന്നല്ലേ അതിൽ. അതാണ് കാര്യങ്ങൾ. അങ്ങനെ പുറത്തിറങ്ങി. ഇന്ന് ഞാൻ ഏത് വഴിയാണ് പോണതെന്ന് കറക്റ്റ് കാണിച്ചു തരാം. മുള്ളു നിറഞ്ഞ വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ അത് കാണിച്ചു തന്നിട്ടില്ലല്ലോ, അത് കാണിച്ചു തരാം. ഉണ്ടാ പിന്നെ ഇതിൻ്റെ മണ്ടേ കൂടി ഈ സമയത്ത് പോവും. പിന്നെ അതിനുശേഷം ഉള്ളത് റൈറ്റ്. ഇപ്പം ഞാൻ അങ്ങനെ ആ വഴി നടക്കൂല. ഇതിൻ്റെ മണ്ടേ കൂടി തന്നെ വീണ്ടും നടക്കണതാണ്. കാരണം ആ മുള്ള ദേഹത്ത് അടിച്ച് കയറണമുണ്ട്. കുറച്ച് ടഫാണ്, കുഴപ്പമില്ല. കൂടി ഇറങ്ങി ഇവിടെ കൂടി കയറും. അത് തന്നെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് മുള്ളു. ഈ വഴി കറങ്ങി പോവാം. പിന്നെ എപ്പോഴും ഈ വഴി പോയി അതാണ് ശീലം. താഴെയും കിടക്കുന്നുണ്ട് കല്ലും ഇട്ടത്. താഴെ ഇങ്ങനെ മുള്ളു കിടക്കും. ബാക്കിലത് തേനിൻ്റെത്, ഹണീര. ഞാൻ അങ്ങോട്ട് പോവില്ല, നമ്മളെ സാധനമല്ലല്ലോ. വല്ലതും പറ്റി കഴിഞ്ഞാൽ നമ്മളെ പേരും പറയും. വെറുതെ എന്ത് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല.
പിന്നെ ഇവിടെ താഴെ മുള്ള് കിടക്കും കേട്ടോ. അതിങ്ങനെ കാല് വയ്ക്കുമ്പോൾ അടിച്ചങ്ങനെ അകത്തങ്ങ് കയറിക്കോളും, സൂക്ഷിച്ചും കണ്ടില്ലെങ്കിൽ. ഇവിടെ നമ്മളെ ലൈനിൻ്റെ ഇത് പോണത് ഇടച്ചിങ്ങനുണ്ട, ഇവിടെയുണ്ട് അവിടെയുണ്ട്. അത് വരണതും ഇത് പോണതും, അതാണ് കാര്യങ്ങൾ. ഏകദേശം ഇപ്പം പാതി അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. പാതി കുറച്ചും കൂടി പാതിയാവും. വെയിൽ നല്ല വെയിലാണ്, ഇതാക്കെ വേദനിക്കുന്നു. എത്തി കേട്ടോ. ഏകദേശം എത്ര 5-6 മിനിറ്റും കൂടിയേ ഉള്ളൂ. ചാലിൻ്റെ അവിടെ എത്തി. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ പച്ചപ്പൊന്നുമില്ല. പാർക്കിനകത്തേ ഉള്ളൂ, ഇങ്ങോട്ടില്ല. മുള്ളു ചെടി, അതിൽ ഇല തന്നെ ചിലത് പച്ചയൊന്നുമല്ല കളറ്, ഉണങ്ങിയ കളറാണ്. റോട്ടറിയക്കാറുണ്ട, നമ്മളെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. കൊള്ളാല്ലേ? കൊറോള യാതോ കൊല്ലത്തെ കൊറോള. ഇതറിഞ്ഞൂടാ കേട്ടെ. കൊറോള ഇങ്ങനത്തെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള വേറെ മോഡലാണ്. ഇതേ ടൈപ്പ് പോലത്തെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനെ പോട്ടി ഇതേ ടൈപ്പൊക്കെയാണ് എനിക്കറിയാന്നുള്ളൂ കൊറോള, ഇങ്ങനത്തേക്ക്. ഇത് ഈ പരിപാടി ഇത് ഇങ്ങനെ കവർ കെട്ടണമെന്ന് പറഞ്ഞാൽ ബംഗാളിയുള്ള പരിപാടിയാണ്. ബംഗാളി അവരിത് പൈസ ഉണ്ട് കേട്ടോ. ഇത്തിരി മെനക്കെട്ട ജോലിയാണത്, പൈസയുണ്ട്. വിറ്റാലേ ഞാൻ കാണിച്ചു തരാം എങ്ങനെ എടുത്ത് കെട്ടണമെന്ന്. ഈ പറഞ്ഞ കാർബോർഡ് കണ്ട് ഇതെല്ലാം കൂടെ അവർ കളച്ച് കയറുന്നു, എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, മടക്കുന്നു, വയ്ക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്താണ് എടുക്കുന്ന സമയം. ഇപ്പോൾ ഏകദേശം എത്താറ കേട്ടാ. കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ, ഒരു 5-10 മിനിറ്റ് കൂടെ ഉള്ളൂ. സൺസെറ്റ് കുഴപ്പമില്ല, ആവറേജ്. അത് തന്നെ എല്ലാം പോയി ഞാൻ സെറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല. നമ്മളെ ലെവൽ ഡൗൺ ആണ്, എല്ലാം കൂട്ടി വരണില്ല, പ്രഷർ കുറവാണ്. വേറെ ലൈനിൽ നിന്നാണ് പറഞ്ഞത്, അതുകൊണ്ടായിരുന്നു. ബാക്കി എല്ലാം ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാണ് പറയുന്നത്. ഏകദേശം ഇനി നോമ്പ് മുറിക്കാൻ വേണ്ടി 5-6 മിനിറ്റ് ഉണ്ട്, കറക്റ്റ് 6 മിനിറ്റ് ഉണ്ട്. അപ്പം ഇനി ഞാൻ ഫോൺ ചാർജ് ചെയ്യണം. അപ്പം ബൈ ഗൈസ്, അടുത്ത ഡ്യൂട്ടി കയറാൻ പോണു. കുറച്ച് നേരം തന്നെ 5-10 മിനിറ്റ് സമയമായി. അറിയാമല്ല, എപ്പോഴും പോകുമ്പോൾ തന്നെ നോമ്പൊക്കെ മുറിച്ച് ഇതാ പോകാൻ പോണു. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. അവിടെ ചെല്ലുക, ചെറുതായിട്ട് നോക്കുക, എഡിറ്റൊക്കെ ചെയ്യുക, അവിടെ ഇരിക്കുക. Then, but thank you for watching, guys.